കരൂരുണ്ടായിരുന്ന ആ ദുരന്തം അതൊരു വലിയ ദുരന്തമാണ്. ചെറിയൊരു സംഭവമൊന്നുമല്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മീറ്റിങ്ങിന് പോയി ആളുകൾ മരിക്കുക എന്നുള്ളത്. എന്താണ് അവിടുത്തെ ജനങ്ങളുടെ നിലപാട്, രാഷ്ട്രീയത്തിൻ്റെ നിലപാട്? നിങ്ങൾ പലരും പല വീഡിയോകളിൽ നിന്നും പല വാർത്തകളിൽ നിന്നും മനസ്സിലാക്കിയവരാണ്. എങ്കിലും ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നി. തമിഴ് രാഷ്ട്രീയം എന്ന് പറയുന്നത് അവർക്ക് രാഷ്ട്രീയമല്ല, ആളുകളോടുള്ള ആരാധനയാണ്. അത് സിനിമാ നടന്മാരോടുള്ള ആരാധനയാണ്. അങ്ങനെ കൂടുന്ന ആളുകളാണ് കരൂരിൽ വിജയ് എത്തുമ്പോഴും ഉണ്ടായത്. അല്ലാതെ TVK എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയോടുള്ള സ്നേഹം മൂത്ത് വരുത്തുന്നതല്ല. കേരളത്തിലാണെങ്കിൽ UDF, LDF, CPM, കോൺഗ്രസ്, ലീഗ് എന്നൊക്കെ നമുക്ക് വേർതിരിക്കാം. അവിടെ ഉണ്ട് DMK ഉണ്ട്, അണ്ണാ DMK ഉണ്ട്, ഇപ്പോൾ TVK വന്നു, മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയുണ്ട്. കാര്യമായി വേറുറപ്പിക്കാൻ പറ്റാത്ത BJPയും തമിഴ്നാട്ടിലുണ്ട്. വിജയ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ജനങ്ങളുമായി നല്ലൊരു ബന്ധം സ്ഥാപിച്ചിരുന്നു. വിജയുടെ ഫാൻസ് അസോസിയേഷൻ ഉണ്ട്. ആ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തികൾ, നല്ല കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് എത്തിച്ചു നൽകി. അങ്ങനെ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ചട്ടക്കൂട് പോലെ തന്നെ ഫാൻസ് അസോസിയേഷൻ പ്രവർത്തിച്ചിരുന്നു. അത് TVKക്ക് ഇപ്പോൾ ഗുണം ചെയ്യുന്നുണ്ട്. പക്ഷേ എന്ന് വച്ചാലും ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് പോകുന്നതിനേക്കാളും കൂടുതൽ ജനപങ്കാളിത്തം, ഒരു മീറ്റിങ്ങിനെത്തുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ. ഇതിനൊക്കെ കാരണം തമിഴ് ജനങ്ങളുടെ മനസ്സിലുള്ളത് താര ആരാധനയാണ്, അല്ലാതെ രാഷ്ട്രീയ സ്നേഹമല്ല. പാർട്ടി എന്ത് എങ്ങനെയൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ. DMKയിൽ കൂടുന്ന ഒരു വലിയൊരു ജനവിഭാഗവും TVKയിൽ ഉണ്ടാകാം. TVKയിൽ വിജയെ കാണാനെത്തുന്നവർ, അതുകൂടാതെ വിജയെ കാണാനെത്തുന്നവർ എന്ന് പറയുമ്പോൾ അതിൽ അമ്മമാരുണ്ട്, ചെറിയ കുഞ്ഞുങ്ങളുമായി വരുന്ന അമ്മമാരാണ്, വൃദ്ധജനങ്ങളുണ്ട്, സ്ത്രീകളാണ് കൂടുതലും, പുരുഷന്മാരുണ്ട്, ചെറിയ മക്കളുണ്ട്. അങ്ങനെയാണ് ഈ കരൂരിലെ ദുരന്തത്തിൻ്റെ ആക്കം കൂട്ടിയത്. ചെറിയ മക്കളാണ് കൂടുതലും മരിച്ചത്, പിന്നീട് കൂടുതലും സ്ത്രീകളാണ്. അതിൽ ഒരു വാർത്തയിൽ ഞാൻ കേട്ടത്, ഒരു കുഞ്ഞിനെ, അതായത് ജനിച്ച ഉടനെ ഉള്ളൊരു കുഞ്ഞുണ്ടല്ലോ, ജനിച്ച ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ, ആ കുഞ്ഞിൻ്റെ അച്ഛൻ വിജയുടെ കയ്യിൽ കൊടുത്ത് പേരിടണം എന്നുള്ള ആവശ്യമായി വന്നു എന്നുള്ളതാണ്. ഇത്രത്തോളം സത്യമാണെന്നുള്ള അറിഞ്ഞുകൂടാ. പക്ഷേ തമിഴ് രാഷ്ട്രീയത്തിൽ സ്വാഭാവികമാണ്, ഇങ്ങനെ നടക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ജനങ്ങളാണ് കരൂരും കൂടിയത്. പക്ഷെ കരൂരിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഇടുങ്ങിയ റോഡാണ്. ഇരുവശത്ത് വാഹനങ്ങൾ കടന്നു പോകാൻ മാത്രം പാകത്തിലുള്ള റോഡാണ്. ഇന്നും ഔട്ടും ഉണ്ട് റോഡ്, പോകാനും വരാനും റോഡുകളുണ്ട്. പക്ഷേ ആ റോഡുകൾ മാത്രമേ ഉള്ളൂ. അതിനോട് ചേർന്ന് ചെറിയ ഫുട്പാത്ത്, പിന്നീട് കെട്ടിടങ്ങളാണ്. അല്ലാതെ വലിയൊരു ഗ്രൗണ്ടോ കാര്യങ്ങളോ സംഭവങ്ങളോ അങ്ങനെ ഉണ്ടായിരുന്നില്ല. അവിടെ വെച്ച പരിപാടിയല്ല. അപ്പോൾ ഈ ഇടുങ്ങിയ സ്ഥലത്ത് അവിടെ കൂടാൻ പറ്റുന്ന ജനങ്ങളെക്കാളും കൂടുതൽ ആളുകൾ തടിച്ചുകൂടി. ഈ തടിച്ചുകൂടിയ സംഭവം മാത്രമല്ല, രാവിലെ മുതൽ കാത്തുന്ന ആളുകൾ ക്ഷീണിതരായി രാത്രി വരെ നിന്നു. അവർക്ക് വിജയ് എത്തുന്ന സമയത്ത് ക്ഷീണമാണ് ഉണ്ടായിരുന്നത്. അവർക്ക് അവരെ പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ അവർ തളർന്നിരുന്നു. കൂടുതലും സ്ത്രീകളും കുഞ്ഞുങ്ങളും. അവിടെ അവർക്ക് വെള്ളം കിട്ടിയില്ല, ഭക്ഷണം കിട്ടിയില്ല. രാവിലെ മുതൽ കാത്തു നിന്നു എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് 12 മണിക്ക് വിജയ് എത്തും എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത പരിപാടിയാണ്. ആ പരിപാടിയിലേക്കാണ് വിജയ് രാത്രി 7 മണിക്ക് ശേഷം എത്തുന്നത്. ആ സമയത്ത് അത്രയും ആളുകൾ 25,000-ത്തിലധികം ആളുകൾ എന്ന് പറയുമ്പോൾ അത് സർക്കാരിൻ്റെ കണക്കാണ്. ഇപ്പോൾ ആരെങ്കിലും എണ്ണി നോക്കുന്ന കണക്കൊന്നുമല്ലല്ലോ, ഏകദേശം ഒരു കണക്കാണ്. പക്ഷെ ജനപങ്കാളിത്തം കാണുമ്പോൾ 50,000-ത്തിലും അധികമുള്ള ജനക്കൂട്ടമാണ് അവിടെ കാണുന്നത്. ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ലക്ഷക്കണക്കിന് ആൾക്കാർ തടിച്ചുകൂടി എന്നാണ്. അതുകൊണ്ടാണ് ഈ അപകടം ഇത്രത്തോളം ആക്കം ഉണ്ടാക്കിയത്, ഇല്ലെങ്കിൽ ആഴത്തിൽ ഒരു അപകടം ദുരന്തമായി മാറിയത് എന്നാണ്. അപകടത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് സംഭവം നടക്കുമ്പോൾ, പ്രത്യേകിച്ചും വിജയ് വന്ന് അവിടെ എത്തുന്ന ആ സമയമുണ്ടല്ലോ, ആ സമയത്ത് വിജയെ കാണാനുള്ള ആ ഒരു കൗതുകത്തിൽ ആളുകൾ എന്ത് ചെയ്തു, അടുത്തുള്ള കെട്ടിടങ്ങളിലേക്ക് കയറി, ചില ആളുകൾ മരങ്ങളിലേക്ക് കയറി. അടുത്തുള്ള മരങ്ങളിലേക്ക് കയറി അതിൻ്റെ ഒരു ചില്ല ഒടിഞ്ഞു വീണു. ഈ ചില്ല ഒടിഞ്ഞു വീഴുമ്പോൾ ആ ചില്ലയിലുണ്ടായിരുന്ന ആളുകളും നിലത്തേക്ക് വീണു. അത് വീഴുന്നതാകട്ടെ നിലത്തേക്കല്ല, താഴെ തടിച്ചു കൂടിയ ആളുകളുടെ മുകളിലേക്കാണ് ഈ സംഭവം വീഴുന്നത്. ഈ സംഭവം വീഴുമ്പോൾ ആളുകൾ പരിഭ്രാന്തരായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. അരിയിട്ടാൽ താവാത്തത്രത്തോളം ആളുകളാണ് തിങ്ങിക്കൂടിയത്. ആ ആളുകളിൽ കുറച്ച് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ചെയ്യുമ്പോൾ വലിയ രീതിയിൽ തിക്കും തിരക്കുമുണ്ടായി. കുഞ്ഞുങ്ങളൊക്കെ അമ്മമാർക്ക് കൈവിടേണ്ടി വന്നു.
കുഞ്ഞുങ്ങൾ ഒരു സ്ഥലത്തായി, അമ്മമാർ വേറൊരു സ്ഥലത്തായി, നെട്ടോട്ടമായി, നിലവിളിയായി, അങ്ങനെ ചില ആളുകൾ ഉണ്ടാക്കിയ ഒരു സംഭവമാണ് വലിയ തോതിലുള്ള അപകടത്തിലേക്കും പിന്നീട് അത് ദുരന്തവുമായി മാറിയത്. ആ അപകടം എന്ന് പറയുന്നത് മരത്തിൻ്റെ ചില്ല ഒടിഞ്ഞത് കൊണ്ട് മാത്രം ഉണ്ടായ ഒരു അപകടം മാത്രമല്ല. ആ സ്ഥലത്ത് അപകടം നടന്ന സ്ഥലത്ത് നിന്ന് പിന്നീട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ ഷീറ്റ് വെച്ച് മറച്ചു വെച്ച ഭാഗത്തൊക്കെ ഷീറ്റ് തകർത്തൊക്കെ ആളുകൾ പോകുന്നുണ്ട്. അങ്ങനെയും ആളുകൾ പോകുമ്പോൾ ഒരാൾ അടിയിലായാൽ പിന്നെ അതിനെ ചവിട്ടിയാണ് ആളുകൾ പോകുന്നത്. അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു ജനക്കൂട്ടമായിരുന്നു പിന്നീട് കണ്ടത്. പിന്നീട് ആ സ്ഥലത്ത് ഒരു ജനറേറ്ററിലുണ്ടായിരുന്ന വെളിച്ചം ജനറേറ്റർ ഓഫ് ചെയ്തു, ചില ഹൈമാസ്റ്റ് ലൈറ്റുകൾ ഓഫായി എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ സർക്കാരും പോലീസും തന്നെ പുറത്ത് വിട്ടിട്ടുണ്ട്. അതിൻ്റെ നിജസ്ഥിതി എങ്ങനെയെന്നും അറിഞ്ഞുകൂടാ. ചില ആളുകൾ അതിനെ ഓഫ് ചെയ്തെന്നും സംഘർഷമുണ്ടാക്കാൻ ഇല്ലെങ്കിൽ ദുരന്തം ഉണ്ടാക്കാൻ മനഃപൂർവ്വം കരുതിക്കൂട്ടി ചെയ്തതാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് സർക്കാരിലെ ചില ഉദ്യോഗസ്ഥർ പറയുന്നത്, ഇല്ലെങ്കിൽ DMK എന്ന് പറയുന്ന സ്റ്റാലിൻ സർക്കാരിൻ്റെ പ്രതിനിധികൾ പറയുന്നത് പ്രകാരം അപകടമുണ്ടാക്കിയത് വിജയുമായി ബന്ധപ്പെട്ട ഇല്ലെങ്കിൽ TVKയുമായി ബന്ധപ്പെട്ട പ്രവർത്തകർ തന്നെ എന്നാണ്. എന്നാൽ TVKയുടെ ആരോപണമാകട്ടെ അത് DMK പ്രവർത്തകർ ഉണ്ടാക്കിയതാണ്, മനഃപൂർവ്വം അപകടം ദുരന്തവും ഉണ്ടാക്കി വെക്കാൻ അവർ ചെയ്തൊരു നാടകമാണ് ഇത്. അല്ലാതെ ഞങ്ങൾ 4-5 പരിപാടികൾ മുമ്പ് നടത്തി, ലക്ഷക്കണക്കിന് ആൾക്കാർ ചേർന്നു, ഇവിടെ ഒന്നും ഒരു പരിപാടിയിലും ഒരു അപകടമോ ഒരു ദുരന്തമോ ഉണ്ടായിട്ടില്ല, കരൂർ മാത്രം ഇങ്ങനെ ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ് ഇത് നടന്നത് എന്നുള്ള ആരോപണവും വരികയാണ്. ഇപ്പോൾ പ്രത്യേകിച്ചും വിജയ്ക്ക് ഇല്ലെങ്കിൽ TVK എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഇപ്പോൾ സർക്കാരിൽ ഒരു വിശ്വാസമില്ലാതെ ആയിരിക്കുന്നു. അവരെന്തുകൊണ്ട് എന്ന് വെച്ചാൽ സർക്കാരിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് കോടതിയെ സമീപിക്കുന്നത്. തെളിവ് നശിക്കാൻ പാടില്ല, അവിടെ നിൽക്കുന്ന ഓരോ CCTV ദൃശ്യങ്ങളും അത് സംരക്ഷിക്കപ്പെടണം, അതിലൊരു അന്വേഷണം, വ്യക്തമായ അന്വേഷണം വേണം, പോലീസിന് ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്നുള്ള രീതിയിലേക്ക് അവിടുത്തെ രാഷ്ട്രീയം കലങ്ങി മറയുകയാണ്. അപ്പോൾ വിജയെ സംബന്ധിച്ചിടത്തോളം ഇത് രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാനുള്ളൊരു പിടിവള്ളിയാണ്. ഈ അപകടമുണ്ടായി, ദുരന്തമുണ്ടായി എന്ന് പറഞ്ഞ് വേദനിച്ച് നിന്നാൽ വേദനയോടൊപ്പം രാഷ്ട്രീയം മുന്നോട്ട് പോകുമ്പോൾ വിജയ് പറഞ്ഞത്, ഞാൻ രാഷ്ട്രീയം ഉപേക്ഷിക്കില്ല, ഞാൻ മുന്നോട്ട് തന്നെയാണ്, ദുഃഖമുണ്ട്, അപകടത്തിൽ മരിച്ച ആളുകളോടൊപ്പം ഞാനുണ്ട്, അവരുടെ കുടുംബം ഞാൻ സന്ദർശിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വിജയെ തളർത്താനും വിജയെ ഒതുക്കാനും രാഷ്ട്രീയത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനും വലിയൊരു എതിർകക്ഷികൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിൽ BJPയുടെ മുതിർന്ന നേതാവ്, മോദിയുടെ എല്ലാമായ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അപകടം നടന്ന് മണിക്കൂറുകൾക്കകം വിജയെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. എന്തിനാണ് ബന്ധപ്പെടാൻ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ആ വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അമിത് ഷാ വിജയെ ബന്ധപ്പെടാൻ ശ്രമിച്ചു, മുതിർന്ന TVK പ്രവർത്തകരുമായാണ് ബന്ധപ്പെടാൻ ശ്രമിച്ചത്. അതുകൂടാതെ അതിന് വഴങ്ങാത്ത സമയത്ത് വിജയുടെ അച്ഛനുമായി ബന്ധപ്പെട്ട ആളുകളുമായി അദ്ദേഹം ബന്ധപ്പെട്ടു. വിജയ് നേരിട്ട് ലൈനിൽ കിട്ടണം, ഫോണിൽ കിട്ടണം എന്നാവശ്യപ്പെട്ടു. വിജയ് അത് നിരസിക്കുകയാണ് ഉണ്ടായത്. വിജയ് എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ഫാസിസത്തെ എതിർക്കുന്നു, BJPയെ ഞാൻ എതിർക്കുന്നു, അതുപോലെ തന്നെ ഇപ്പോൾ തമിഴ്നാട് ഭരിക്കുന്ന സർക്കാരിനെയും വിമർശിക്കുന്ന നിലപാടാണ് വിജയ് സ്വീകരിച്ചത്. അതുകൊണ്ട് അമിത് ഷായുമായി സംഭാഷണം നടത്തിയാൽ അവിടെ കാര്യങ്ങൾ മാറി മറിയുമെന്ന് വിജയ്ക്ക് നന്നായി അറിയാം. രാഷ്ട്രീയത്തിലുള്ള ഒരു സ്വാധീനം, വിജയ്ക്കുള്ള ജനപങ്കാളിത്തം തന്നെ അവിടെ നിന്നൊരു വിള്ളലുണ്ടാക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നു. അതൊക്കെയും തരണം ചെയ്തുകൊണ്ട് വിജയ് പതിയെ മുന്നേറുമെന്നാണ് നാം കരുതുന്നത്. ഇതുകൊണ്ടും അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ TVKക്ക് സാധിക്കുമോ എന്നുള്ള ചോദ്യം ഉയരുകയാണ്. ഇതുകൊണ്ടും പലരും പറയുന്നത് TVKയിൽ കൂടുന്ന ഈ ഒരു ജനലക്ഷങ്ങൾ അത് വിജയിയുടെ ആരാധന മൂത്ത് വരുന്ന ജനങ്ങളാണ്, അല്ലാതെ രാഷ്ട്രീയത്തോടുള്ള സ്വാധീനമോ രാഷ്ട്രീയത്തോടുള്ള താല്പര്യം കൊണ്ടല്ല. ഈ കാണുന്ന ആളുകളൊക്കെ നാളെ വോട്ടായി മാറി വിജയ് തമിഴ്നാട് ഭരിക്കും എന്നുള്ള പ്രതീക്ഷയൊന്നും വിജയിക്കുമില്ല, ഇല്ലെങ്കിൽ മറ്റുള്ള പറയുന്നവരും അങ്ങനെ പറയുന്നുമില്ല. പക്ഷേ വിജയ്ക്ക് ഈ ആരാധനയായാലും രാഷ്ട്രീയമായാലും തമിഴ് രാഷ്ട്രീയത്തിൽ സ്വാധീനമുണ്ടാക്കാൻ സാധിച്ചാൽ അത് DMKക്ക് വലിയ ക്ഷീണമുണ്ടാക്കും. പ്രത്യേകിച്ചും തമിഴ് രാഷ്ട്രീയത്തിൽ പ്രധാന കക്ഷിയായി TVKയും DMKയും മാത്രമായി ഇപ്പോൾ ഒതുങ്ങിയ സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും വിജയോട് ഒരു അസൂയ സംഭവം നിലവിലുണ്ട്. അത് രാഷ്ട്രീയമാണ്, എന്തും എങ്ങനെയും ചെയ്യാനും ആരും മടിക്കാത്ത ഒരു ഇടമാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. സിനിമകളിൽ കാണുന്നത് പോലെ തന്നെ പല അപകടങ്ങളും കരുതിക്കൂട്ടി ചെയ്യുന്നതാണോ എന്ന് സംശയിച്ചു പോകുന്ന രീതിയിലാണ് തമിഴ്നാട്ടിലെ സ്ഥിതി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഏതുകൊണ്ടും വരും ദിവസങ്ങളിൽ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.